ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്റ്റാർട്ടറാണ്. അപ്പോൾ നമ്മുടെ കൊഞ്ചിൻ്റെ സ്റ്റാർട്ടറാണ് പ്രോൺസ് ഫ്രൈ. അപ്പോൾ നമ്മുടെ പ്രോൺസ് ഫ്രൈ എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോയി കാണാം. അപ്പോൾ പ്രോൺസ് ഫ്രൈന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ പ്രോൺസ് ആണ്. ഞാൻ ഓൾറെഡി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ട്, മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. കൂടെ ഒരു മുട്ട, 1/2 ടീസ്പൂൺ നമ്മുടെ വെളുത്തുള്ളിയില്ല ഗാർലിക് പൗഡർ, 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ബ്രെഡ് ക്രംസ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിന് എണ്ണ ആവശ്യത്തിന്. അപ്പോൾ നമ്മൾ പ്രോൺസ് ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ച് മൈദ ഇടുക. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇല്ലേ, അതെടുത്ത് വെച്ചത് അതും കൂടി ഇടുക. അതിലേക്ക് ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, ഗാർലിക് പൗഡർ, ആവശ്യത്തിന് ഉപ്പ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, നമ്മൾ പ്രോൺസിൽ ഓൾറെഡി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കിതൊന്നും ചെയ്യാണ്ട് തന്നെ ഇതിൽ കുറച്ച് കൂടുതൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്തത് കാരണം ഇതിൽ ഉപ്പ് കുറച്ച് കുറവാണ് ഇടുന്നത്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയൊക്കെ നല്ല ഈവൺ ആയിട്ട് മിക്സ് ആവണം. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കറി മസാല, നമ്മുടെ മീറ്റ് മസാല ഇല്ല അതും ഇടാം, ഇല്ലെങ്കിൽ നമ്മുടെ മാഗി മസാല ഇല്ല അതും ഇടാം. പക്ഷെ ഇന്ന് ഞാൻ അതൊന്നും ഇടുന്നില്ല. അപ്പോൾ നമ്മുടെ കോട്ടിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്റ്റവ് ഓണാക്കി അതിൽ പാൻ വെച്ച് ഓയിൽ ചൂടാക്കാൻ പോവാണ്. പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിന് എണ്ണ. അപ്പോൾ എണ്ണ ചൂടാവുന്നതിനുള്ളിൽ നമ്മൾ ഓരോ പ്രോൺസും നമുക്ക് കോട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. സോ ആദ്യം തന്നെ നമ്മൾ മൈദ കോൺഫ്ലവർ മസാല ഒക്കെ ഇട്ട് റെഡിയാക്കിയ അതിലേക്ക് ഇതൊന്ന് ഡിപ്പ് ചെയ്യുക. നല്ലോണം ഡിപ്പ് ചെയ്തിട്ട് നേരെ നമ്മൾ മുട്ട അടിച്ച് വെച്ചിരിക്കുന്നില്ലേ അതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിലോട്ട് ഇങ്ങനെ നമുക്ക് ഓരോ പീസും റെഡിയാക്കി വെക്കാം. നല്ലോണം കോട്ടാകണം, ഇല്ലെങ്കിൽ നമ്മൾ എണ്ണയിലോട്ട് ഒഴിക്കുമ്പോൾ തന്നെ ഇതൊക്കെ അങ്ങ് സെപ്പറേറ്റ് ആയിട്ട് പോകും. ഇപ്പം നമ്മുടെ പ്രോൺസ് ഫുൾ കോട്ടിംഗ് ഒക്കെ ആയിരിക്കുകയാണ്. നമ്മളിപ്പോൾ എണ്ണയിൽ മുക്കി പൊരിക്കാൻ പോവാണ്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കോട്ട് ചെയ്ത് വെച്ച പ്രോൺസ് ഇടുക. ലോ ഫ്ലെയിമിൽ വെക്കണം. എന്താണെന്ന് വെച്ചാൽ ബ്രെഡ് ക്രംസ് ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ പ്രോൺസ് നല്ലോണം വേകാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമുക്കൊന്ന് തിരിച്ചിടാം. അപ്പോൾ നമ്മുടെ പ്രോൺസ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമ്മൾ പാത്രത്തിലോട്ട് ടിഷ്യൂ വെച്ച് മാറ്റാം. എന്താ വെച്ചാൽ എക്സ്ട്രാ ഓയിലൊക്കെ അത് അബ്സോർബ് ചെയ്തോളും. ബാക്കിയുള്ള പ്രോൺസ് കൂടി നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി പ്രോൺ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്റ്റാർട്ടറായിട്ട്, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇത് സ്റ്റാർട്ടറായിട്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലും കൊടുത്തയക്കാം, ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടും സ്നാക്സ് ആയിട്ട് കൊടുത്തയക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിയിൽ ഒരു റോൾ പോലെ സ്റ്റഫ് ചെയ്തും കൊടുത്തയക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം.